മകളാ റാത്തല്ല എന്താ പറയുക, ഈ വീട് മിഞ്ഞാന്ന് നമ്മൾ കുത്തിപ്പൊളിച്ചല്ല ആ വീടാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊളിക്കേണ്ട ഒരു സാഹചര്യം വന്ന് ഫുള്ള് എയറാട്ടാ, കംപ്ലീറ്റ് എയറാണ്. 2006 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കണത്. പക്ഷേ നല്ല സെറ്റപ്പിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണത്താൽ എന്ത് ചെയ്തില്ല, അടിയിൽ ഗ്രൗട്ട് പാകാത്തതുകൊണ്ടോ, പക്ഷേ ചിലയിടത്തൊക്കെ ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. ഗ്രൗട്ട് ഒഴിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സിമൻറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സിമൻറ്റ് സ്ട്രോങ് കുറവുകൊണ്ടോ എന്തോ കാരണത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുള്ള് കൊത്തി പൊളിച്ചിട്ട് നന്നാക്കാണ്, കംപ്ലീറ്റ് കുത്തി. ഏകദേശം ഒരു റൂമിൻ്റെ ഒരു 90% എന്ത് ചെയ്തിരിക്കുന്നത് കുത്തി ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ പ്രയാസം ഇവിടെ ഉണ്ട്. ഇവിടെ എന്തുണ്ട് നിങ്ങൾ ഈ ഒരു മരം പിന്നീട് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്താ പറയുക, മാർബിൾ വിരിക്കണവർ, ടൈല് വിരിക്കണവർ, ഗ്രാനൈറ്റ് വിരിക്കണവരൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം ഈ കാര്യം ശ്രദ്ധിക്കുക. അടിയിൽ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഗ്രൗട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഈ റൂം ഇവിടെ ഒരു റൂമിൽ സെറ്റാക്കിയിട്ട് നനച്ചിട്ട് കിട്ടാം. ഇത് കണ്ടില്ല നിങ്ങൾ, ഇത് ഫുള്ള് നനച്ചിട്ടിക്കണേ. ഇത് ഇവിടെ മാറ്റി കംപ്ലീറ്റ് എന്ത് ചെയ്ത് സെറ്റാക്കി മാറ്റിയിട്ടാണ് ഫുള്ള് വൃത്തിയാക്കി. പിന്നെ ഞാൻ നമ്മളിവിടെ പൊട്ടിച്ചെടുത്തിരുന്നല്ല, അത് കംപ്ലീറ്റ് എന്ത് ചെയ്ത് ഒരു ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്തിരിക്കണം അവർ ചെയ്ത് കിട്ടാം. നമ്മളെല്ലാം പണിക്കണേ, വേറെ പണിക്കാരാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബാത്റൂമിൽ വരുമ്പോൾ എന്താണ്, ആ ബാത്റൂമിൻ്റെ അവിടെ ഇടയിലുകൾ മറ്റേ മരങ്ങൾ നല്ലോണം കുത്തി നാശിക്കുന്നുണ്ട്, കുത്തി പൊളിച്ചിക്കണാകുന്നുണ്ട്. മരം പിന്നീട് എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ഇട്ട് ശരിയായി കൊടുക്കാം. ഓക്കെ. ഇത് ഫുള്ള് സെറ്റാക്കിയിട്ടാണ്.